മലയാളത്തിൻ്റെ പുതുവർഷമായി വീണ്ടും ഒരു മേടമാസക്കാലം കൂടി വന്നെത്തി. ഓണവും വിഷുവുമെല്ലാം മലയാളിക്ക് സമത്വത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകളാണ്. വിഷുക്കണിയും കണിക്കൊന്നയും കണി കണ്ടുണരുന്ന നമുക്ക് വിഷുക്കൈനീട്ടമായി ഉല്ലാസത്തിൻ്റെ ടു ഹരിഹർ നഗർ നൽകിയ ശ്രീ ലാലാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം സർ. ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആയിട്ടുള്ള സാറിൻ്റെ ആദ്യ പുതുവർഷം ഹരിഹർ നഗർ ചിരിയുടെ ഒരു കോളനിയായിരുന്നു. 19 വർഷത്തിന് ശേഷം സാറ് മലയാളികളെ ഈ വിഷുവിന് വീണ്ടും അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. സാറ് മുമ്പ് പറഞ്ഞിരുന്നു, എന്നാലും അമൃത ടിവിയുടെ പ്രേക്ഷകർക്കായി വീണ്ടും ഒരിക്കൽ കൂടെ എങ്ങനെ സാർ വീണ്ടും ഹരിഹർ നഗറിലെത്തി? പല കാരണങ്ങളാണ്. ഒന്ന്, ഞാൻ ഒരു സിനിമ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ കുറച്ച് നാളായിട്ടൊന്ന് നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. കാരണം ഇൻഡസ്ട്രി മൊത്തം ഒരു കുഴപ്പത്തിലാണോ എന്ന് ഞാൻ സംശയിച്ചിരുന്നൊരു പീരീഡ് ഉണ്ടായിരുന്നു. അപ്പോൾ പ്രൊഡക്ഷനൊക്കെ നിർത്തി വെച്ചിട്ട് വീണ്ടും കുഴപ്പമില്ല, ഇനിയൊരു പടം ചെയ്യാമെന്ന് പറയുന്ന ഒരു സ്റ്റേജ് വന്നപ്പോൾ എനിക്ക് പരിചയമുള്ള, എനിക്ക് അടുപ്പമുള്ള, എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന ഡയറക്ടേഴ്സ് എല്ലാം തിരക്കിലായിപ്പോയി. എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന എഴുത്തുകാരെല്ലാം തിരക്കിലായിപ്പോയി. പിന്നെ ആർട്ടിസ്റ്റുകളുടെ ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നാളുകൾ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഡിസ്ട്രിബ്യൂഷൻ കമ്പനികളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടിട്ട് സിനിമ എടുത്തേ തീരൂ എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചപ്പോഴാണ് ഞാൻ തന്നെ ചെയ്യാം, ഞാൻ തന്നെ എഴുതാം, ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്യാം എന്ന് പറയുന്ന തീരുമാനത്തിലെത്തിയത്. എനിക്കൊന്നപ്പോൾ ഭയങ്കര മടിയനായിട്ടുള്ള ആളാണ്. കഴിയുന്നതും ഇങ്ങനെ ഒരു വലിയ ഉത്തരവാദിത്തങ്ങളുടെ തലയിൽ വെക്കാൻ ഇഷ്ടമില്ലാത്ത ആളാണ്. ഒരാൾ എൻ്റെ സംവിധാന ചുമതലയോ എഴുതുന്ന ചുമതലയോ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ നിൽക്കാൻ എനിക്ക് ഇഷ്ടമാണ്. ചിലപ്പോൾ ഞാൻ 24 മണിക്കൂർ എൻ്റെ കൂടെ നിന്നു വരും. പക്ഷെ അത് എൻ്റെ തലയിൽ വരുമ്പോഴുള്ള ഒരു പ്രശ്നം ഏറ്റെടുക്കാനുള്ള മടി കൊണ്ട് ഞാൻ ഇത്രയും കാലം ഒഴിഞ്ഞു നിൽക്കുകയാണ്. പിന്നെ അതിനിടയ്ക്ക് എനിക്ക് ഇങ്ങനൊരു സംഭവം സ്ട്രൈക്ക് ചെയ്യുന്നത് ഒരു 1.5 വർഷം മുമ്പ് ഞങ്ങളൊരു 10ാം ക്ലാസ്സിൽ ഒന്നിച്ച് പഠിച്ചിരുന്ന സ്റ്റുഡൻസ് എല്ലാം കൂടിയിട്ട് ഒരു ക്ലബ്ബ് ഉണ്ടാക്കി. സെയിൻറ്റ് അഗസ്റ്റിൻസ് സ്കൂളിലെ കുട്ടികളെ കൂടിയിട്ട് അഗസ്റ്റിൻസ് ക്ലബ്ബ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ക്ലബ്ബ് ഉണ്ടാക്കിയിട്ട് ഇവരെല്ലാവരും കൂടി ഒത്തുചേർന്ന ദിവസം വന്നിറങ്ങുന്നത് കുറേ വയസ്സായ ആളുകൾ, മുടിനിരച്ച ആളുകൾ, കഷണ്ടി ആയിട്ടുള്ള ആളുകൾ, വളരെ മെച്യൂർഡ് ആയിട്ടുള്ള ഹലോ ഹവായു, വേറെ രീതിയിലുള്ള കുറേ ആളുകളാണ് വന്നിറങ്ങിയത്. ഇവരുടെ ഒന്നും മുഖം കണ്ടിട്ട് നമുക്ക് 10ാം ക്ലാസ്സിൽ പഠിച്ച മുഖങ്ങൾ നമുക്ക് അവരും തിരിച്ചറിയാൻ പോലും പറ്റാത്ത അവസ്ഥയായിട്ട് ഇവരൊന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവർ വന്ന് കുറേ നേരം ഇടപഴകി ഒരു 3, 4, 5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇവർക്ക് പഴയ സ്വഭാവം വരികയും പട്ടി തണ്ടി എന്നൊക്കെ വിളിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാനും തുടങ്ങുന്നൊരവസ്ഥ വന്നപ്പോൾ നമുക്ക് ഇവരുടെ മുഖങ്ങൾ ഓർമ്മ വന്നു. പഴയ ഇതാണ് മറ്റേ ബാബു മാത്യു, ഇതാണ് VG ജോസഫ്, ഇതാണ് CP മാത്യു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കിവരെ തിരിച്ചറിയാൻ തുടങ്ങി. അപ്പോൾ അതെനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. അന്ന് തിരിച്ചു പിരിഞ്ഞു പോകുന്ന നേരത്ത് മറ്റുള്ളവരുടെ കാറിൻ്റെ കാറ്റഴിച്ചു വിടുക എന്ന് പറയുന്ന തറ സ്വഭാവങ്ങളൊക്കെ വീട്ടിലേക്ക് പുറത്തേക്ക് പോകും. അത് ആ പഴയ ഒരു ആംബിയൻസ് ഇവരെ കൂടെ ഒന്നിച്ചേർന്നപ്പോഴേക്കും വീണ്ടും ഉണ്ടായതാണ്. അതെനിക്കപ്പോൾ അന്ന് സ്ട്രൈക്ക് ചെയ്തായിരുന്നു. ഇതൊരു സിനിമയ്ക്ക് ഉപയോഗിക്കാവുന്നൊരു ത്രെഡാണല്ലോ. അപ്പോൾ എനിക്ക് പിന്നീട് സ്ട്രൈക്ക് ചെയ്തൊരു സംഭവം, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഹരിഹർ നഗർ എന്ന് പറയുന്ന സിനിമയ്ക്ക് അന്ന് പിരിഞ്ഞു പോയവർ വീണ്ടും ഒന്നിച്ചു കൂടുമ്പോൾ ഉണ്ടാകുന്നൊരു മാറ്റം നമുക്ക് ചിന്തിക്കാം നിങ്ങൾക്ക് തോന്നിയപ്പോൾ ഞാൻ നടൻ സിദ്ദിഖിനടുത്ത് ഒരിക്കലും ഇങ്ങനെ പറഞ്ഞിരുന്നു, ഒരു ഹരിഹർ നഗറിൻ്റെ 2ാം ഭാഗം എടുക്കാൻ ഒരു ചെറിയ ത്രെഡ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് പിന്നീട് സിദ്ദിഖ് പലപ്പോഴായിട്ട് എപ്പോഴും കാണുമ്പോൾ പറയും, അതെ അത് നമുക്ക് ആലോചിക്കാം, നമുക്ക് ഒരുമിച്ച് കൂടാല്ലോ എല്ലാവരും കൂടെ. അങ്ങനെയാണ് ഞാനത് വീണ്ടും ഈ സമയത്ത് അപ്പോൾ എന്നാൽ പിന്നെ അതെടുക്കാം. അപ്പോൾ ഈ മുകേഷിൻ്റെ അടുത്തും ജഗദീഷ് അശോകൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ അവരൊക്കെ ഡേറ്റ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വരാൻ തയ്യാറാണ് എന്നുള്ള അവസ്ഥയാണ്. അങ്ങനെയാണ് ഇത് എടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നതും ഞാൻ തന്നെ എഴുതാം, ഞാൻ തന്നെ സംവിധാനം ചെയ്യാം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുന്നത്. സിദ്ദിഖ് ലാൽ ചിത്രങ്ങളുടെ ഇപ്പോൾ ലാൽ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എത്ര ടെൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലും കോമഡി വർക്കൗട്ട് ചെയ്യിപ്പിക്കാനുള്ള കഴിവാണ്. ഇതെങ്ങനെ സാധിക്കുന്നു? അത് സാധിക്കുന്നതല്ല, അതെല്ലാം ഞങ്ങളുടെ അല്ലെങ്കിൽ എൻ്റെയൊക്കെ സ്വഭാവത്തിലുള്ളതാണ്. ഇപ്പോൾ എന്താ വെച്ചാൽ വഴിയിലൊരു എന്താ പറയുക, ഒരു ബസ്സിലൊരു പോക്കറ്റ് അടി കണ്ട് ഒരാളുടെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് കണ്ട് അവിടെ പ്രശ്നമായി, പോലീസ് വന്നു എന്ന് പറയുന്നൊരു വിഷയം 5 പേര് കാണുന്ന 5 ആംഗിളിൽ നിന്നാണ്. അവർ 5 പേരും പറയുന്ന 5 വിധത്തിലായിരിക്കും. ഉറപ്പായിട്ടും ഞാൻ പറയുമ്പോൾ അതിൻ്റെ ഒരു ഹ്യൂമർ അതിനകത്ത് ഇല്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് ആ ഒരു ആംഗിളിൽ പറയാൻ എനിക്ക് പറ്റുള്ളൂ. എൻ്റെ സ്വഭാവം അതാണ്. അപ്പം നമുക്ക് നമ്മുടെ രീതി, നമ്മുടെ ജീവിത രീതി, അല്ലെങ്കിൽ നമ്മൾ ഇന്നുവരെ പഠിച്ചിട്ടില്ല, നമ്മൾ പറയുന്ന, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, നമ്മൾ സാധാരണ കാര്യങ്ങൾ വരെ മറ്റുള്ള ഒരാളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ ഒരു ഹ്യൂമറിൻ്റെ ഒരു ടച്ചിൽ നമ്മൾ ചെയ്യാറുണ്ട് എന്ത് കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അത് പറയാനാണ് നമുക്ക് എളുപ്പം. വിഷു എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളികളുടെ മനസ്സിൽ
പൂത്തു നിൽക്കുന്ന കണിക്കൊന്നയും വിഷുക്കൈനീട്ടവും ഒക്കെയാണ്. ജീവിതത്തിലുടനീളം നർമ്മം കാത്തു സൂക്ഷിക്കുന്ന സാറിൻ്റെ ലാൽ സ്പെഷ്യൽ വിഷു ഓർമ്മകൾ എന്തൊക്കെയാണ്? വിഷു എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ചെറുപ്പം മുതൽ എടുത്ത് നോക്കിയ വിഷു എന്ന് പറയുമ്പോൾ നമുക്ക് കണിക്കൊന്നയൊന്നും അല്ല നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. വെക്കേഷൻ എന്ന് പറയുന്നത് കളിയുടെ ഒരു സമയം, അതായത് അടിച്ചുപൊളിയുടെ ഒരു സമയമാണ്. ഇപ്പോൾ ഈ ഫ്രണ്ട്സൊക്കെ ആയിട്ട് മറ്റത് സ്കൂളിൽ നിന്ന് 3:30 മണിക്ക് ക്ലാസ് വിട്ട് 4 മണിക്ക് വീട്ടിലെത്തി കഴിഞ്ഞാൽ രാത്രി 7-7:30 വരെ കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥ വരെ ഫുട്ബോൾ കളിക്കുകയൊക്കെ ചെയ്യുക. ഈ സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ പിന്നെ കാലത്തെ തുടങ്ങുക, കാലത്ത് എഴുന്നേൽക്കുന്നത് തന്നെ കളിക്കാനാണ്. ഒരു നിവൃത്തിയില്ലാതെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോഴാണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വെക്കേഷനാണ് വിഷു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത്. സാറിന് കിട്ടിയ ഏറ്റവും വിലപ്പെട്ട വിഷുക്കൈനീട്ടം? ഇപ്പോൾ ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വലിയൊരു സന്തോഷത്തിൻ്റെ ഒരു കൈനീട്ടമാണ് ഈ ഹരിഹരനഗറിൻ്റെ വിജയം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന്, ഞാൻ സംവിധാന രംഗത്ത് നിന്ന് വിട്ടു. പിന്നെ ഞാൻ അതിൻ്റെ ഒരു ടച്ച് വിട്ടു എന്ന് പറയാൻ പറ്റില്ല, കാരണം ഞാൻ അഭിനയത്തിലുണ്ടായിരുന്നു, പ്രൊഡക്ഷനിലുണ്ടായിരുന്നു. പക്ഷേ ഈ സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് ഉള്ള എന്നെ അങ്ങനെ ഞാൻ സംവിധായകൻ ലാൽ എന്ന് പറഞ്ഞ് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ആയിരിക്കും. അപ്പോൾ അടുത്തടുത്ത് രസകരമായിട്ടുള്ള അവസ്ഥ, ഞാൻ മാക്ട എന്ന് പറയുന്ന യൂണിയനിൽ ഞാൻ ട്രഷറായിരുന്നിട്ടുണ്ട് ഒരു ഭരണസമിതിയിൽ. പിന്നെ ഭരണസമിതി ജനറൽ ബോഡിയിൽ ഞാൻ ഉണ്ടായിരുന്നു. എന്നിട്ടൊരു അടുത്ത കാലത്ത് ചെന്നപ്പോൾ എൻ്റെ പേര് അതിനകത്തുണ്ടായിരുന്നില്ല, എവിടെയോ മിസ്സായിരിക്കും. ആരും അത് ഓർത്തിട്ട് പോലുമില്ല. അപ്പോൾ അത് അപ്പോൾ ഏതിനകത്തായിരുന്നു ഞാൻ ഡയറക്ടർ, നിങ്ങൾ ശ്രദ്ധിക്കില്ല, ഓക്കെ, അവരങ്ങനെ ഓർത്തെടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി. പിന്നെ എൻ്റെ മക്കൾക്കൊന്നും ഞാനൊരു സംവിധായകനായിട്ടുള്ള ആ ഒരു ഓർമ്മകളൊന്നും അവർക്ക് കൃത്യമായിട്ടില്ല. കാരണം അവരൊക്കെ വളരെ കുഞ്ഞായിരിക്കുമ്പോഴാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തമാശക്കാണെങ്കിൽ പോലും പിള്ളേരൊക്കെ നമ്മുടെ ചോദിക്കും, പപ്പൊക്കെ ഡയറക്റ്റ് ചെയ്യുമോ? അങ്ങനെയാണെങ്കിൽ പപ്പൊക്കെ എന്താ ചെയ്തു? ഇപ്പം ചെയ്തിട്ട് ആ പണിയൊന്നും നമുക്ക് പറ്റില്ല. പപ്പൊക്ക് പേര് പപ്പൊക്കെ അറിയില്ല. അതൊന്നും തമാശക്കാണെങ്കിൽ പറയുമ്പോൾ നമുക്ക് എവിടെയൊക്കെ ഒരു ഉള്ളിൽ ഒരു മുള്ളു കൊള്ളുന്ന പോലെയൊക്കെ തോന്നാറുണ്ട്, ചെറിയ വേദന. അല്ലെങ്കിൽ ഡയറക്ടർ ലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചറിയുന്നില്ല എന്ന് പറയുമ്പോഴുള്ള എവിടെയോ ഒരു വിഷമം. കാരണം അങ്ങനെ വളരെ കത്തി നിന്നിരുന്നൊരു സംവിധായകൻ്റെ കൂട്ടത്തിൽ ഒരാളായിരുന്നു ഞാൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതൊക്കെ ഇങ്ങനെ എവിടെയോ നഷ്ടപ്പെട്ടു പോയപ്പോൾ എവിടെയോ ഒരു പെയിൻ ഉണ്ടായിരുന്നിരിക്കണം. അപ്പോൾ ഈ ഒരു വിജയം എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്.